ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കടല ഇന്നലെ വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ എന്താ ചെയ്യുക, കടല കഴുകി വെള്ളത്തിൽ ഇങ്ങനെ വിസിലടിപ്പിക്കും അല്ലേ. പക്ഷേ അതിന് മുന്നേ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ ഈ പാട കണ്ടില്ലേ, ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഒന്ന് വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കേടും ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ കടല വേവിച്ച വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഇങ്ങനെ വരുന്ന പത പോലത്തെ സംഭവം മാറ്റിയതിന് ശേഷം, ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത പക്ഷം കുറേ വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചെറിയൊരു ഇതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുട്ട് റെഡി. ഞാൻ ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു സ്റ്റീമറിനകത്ത് എല്ലാം കൂടി ഒരുമിച്ച് പുട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചില്ലിനകത്തും അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിനകത്തും ആ ഒരു ചില്ലിനകത്ത് കുറേ ടൈം എടുക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം എല്ലാം ഒറ്റയടിക്ക് കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ കടലക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. തിളയ്ക്കുന്നതേ ഉള്ളൂ.